ഹായ്, ലാലേട്ടന്റെ ദൃശ്യം 3 തിയേറ്ററുകളിൽ വരുന്നത് മെയ് 21-ന്. അതായത് ഇനിയും 9 ദിവസങ്ങൾ ബാക്കി. സിനിമയുടെ ബുക്കിംഗ് ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. ഇന്നലെ രാത്രി വന്ന കണക്ക് പ്രകാരം സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട്, അതായത് പ്രീസെയിലൂടെ മാത്രം 6,62,00,000 നേടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇന്നത്തോടുകൂടി സിനിമ 8 കോടിക്കടുത്ത് എത്തുന്നതായിരിക്കും. അതായത് സിനിമ ഇറങ്ങാൻ 9 ദിവസങ്ങൾക്ക് മുന്നേ സിനിമയുടെ കളക്ഷൻ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ആഴ്ച മറ്റ് കുറച്ച് സിനിമകൾ റിലീസാവുന്നുണ്ട്. അതിന്റെ പ്രീസെയിൽ കളക്ഷൻ ദൃശ്യം 3യുടെ അടുത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതാണ്. സൂര്യയുടെ വലിയ തമിഴ് ചിത്രം കറുപ്പ്, അതുപോലെ മലയാളത്തിലെ ഒരു വലിയ ചിത്രം അതിരടി, ഈ 2 ചിത്രങ്ങളിലും വലിയ പ്രതീക്ഷയുണ്ട് പ്രേക്ഷകരിൽ. പക്ഷെ 21-നെത്തുന്ന ദൃശ്യം 3യുടെ പകുതി പോലും കളക്ഷൻ ഈ 2 സിനിമകൾക്കും നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ദൃശ്യം 3യുടെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പല ആൾക്കാരും വിവരമില്ലാത്തത് കൊണ്ട് പല സ്ക്രീൻഷോട്ടും എടുത്തു വെച്ച് ദൃശ്യം 3യെ കറുപ്പും അതുപോലെ അതിരടിയും പൊട്ടിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലെ പല സ്ക്രീൻഷോട്ടും എടുത്തു വെച്ച് അതിൽ കാണിക്കുന്നത് ദൃശ്യത്തിന്റെ ടിക്കറ്റ് വിൽപ്പന 2000-2500 ആ ഒരു രീതിയിലാണ്. പക്ഷെ കറുപ്പിന്റെയും അതുപോലെ അതിരടി എന്ന സിനിമയുടെയും ബുക്ക് മൈ ഷോ സ്ക്രീൻഷോട്ടിൽ 13,000 ടിക്കറ്റുകൾ, അതുപോലെ 20,000 ടിക്കറ്റുകൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പൊട്ടന്മാർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ സ്ക്രീൻഷോട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇവർ കൊടുത്ത സ്ക്രീൻഷോട്ടിൽ തന്നെ കൃത്യമായി കാണിക്കുന്നുണ്ട് ദൃശ്യം 3 1 മണിക്കൂറിലാണ് 2,000 ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് എന്ന്. മറ്റേത് 24 മണിക്കൂറിലെ കണക്കാണ് കാണിക്കുന്നത്. അതായത് ഒരു ദിവസത്തെ കണക്കാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവരറിയാതെ ഈ ടിക്കറ്റ് വിൽപ്പന 2,000-ഉം 13,000-ഉം കണ്ടിട്ട് ദൃശ്യം 3ക്ക് കുറവാണ് എന്നുള്ളതാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയെങ്കിൽ നിങ്ങളത് വൃത്തിയായി നോക്കുക, വായിച്ചു നോക്കുക. 24 മണിക്കൂർ കൊണ്ട് 13,000 ടിക്കറ്റുകളാണ് മറ്റുള്ള സിനിമകൾ വിൽക്കുന്നത്. ഇവിടെ ദൃശ്യം 3 മണിക്കൂറിൽ 2,000-ൽ കൂടുതൽ ടിക്കറ്റുകൾ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം ദൃശ്യം 3യുടെ വലുപ്പം എന്താണ് എന്ന്. പിന്നെ ദൃശ്യം 3 ഈ ആഴ്ചയല്ല റിലീസ്, അതും കഴിഞ്ഞിട്ടുള്ള ആഴ്ചയാണ്. എന്തായാലും ദൃശ്യം 3യുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 50 കോടിക്ക് മുകളിൽ എത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞു. വരുന്ന ഞായറാഴ്ച എല്ലാ തിയേറ്ററുകളിലെയും ബുക്കിംഗ് ഓപ്പൺ ആവും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് മുതൽ എല്ലാവരുടെയും ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആവും എന്നുള്ളതാണ്. അടുത്ത ആഴ്ച മുതൽ വേറെ ലെവൽ തരംഗം ദൃശ്യം 3 ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പ്രീസെയിലൂടെ തന്നെ സിനിമ 50 കോടിക്കടുത്ത് നേടിയെടുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പല ആൾക്കാരും ഇതൊക്കെ തള്ളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയൊന്നും നേടാനുള്ള സാധ്യതയില്ല എന്നുള്ള തരത്തിൽ മുൻപ് എമ്പുരാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കൃത്യമായി പറഞ്ഞു 50 കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ എമ്പുരാൻ നേടിയെടുക്കും എന്ന്. അപ്പോൾ പല ആൾക്കാരും ഇവന് ഭ്രാന്താണ് 50 കോടിയെ മലയാള സിനിമയിൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പല കമൻസും ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുമുണ്ട്. അവർ പറയുന്ന കണക്ക് പ്രകാരം പടം സൂപ്പർ ആണെങ്കിൽ ഒരു 25-30 കോടിക്കടുത്ത്, അതിനപ്പുറത്തേക്ക് ഒരു സിനിമയും പോവില്ല എന്നുള്ള തരത്തിലാണ്. ഞാനന്ന് കൃത്യമായി പറഞ്ഞു 50 കോടിക്ക് മുകളിൽ സിനിമ എന്തായാലും നേടിയെടുക്കും എന്ന്. ദൃശ്യം 3 ഒരുപക്ഷെ അതിനും മുകളിൽ പോവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 9 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ 7 കോടിക്കടുത്ത് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കണക്കാണ്. സിനിമയുടെ ബുക്കിംഗ് എപ്പോഴും വലിയ രീതിയിൽ കൂടുന്നത് റിലീസിനോട് അടുക്കുമ്പോഴാണ്. അതായത് ഇനിയും 9 ദിവസങ്ങൾ ബാക്കിയുണ്ട്. അവസാന ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോളൂ, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ബുക്കിംഗ് ദൃശ്യം 3 നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം ദൃശ്യം 3 ഫസ്റ്റ് ഡേ എത്ര കോടി ബുക്കിംഗ് കളക്ഷനിലൂടെ നേടിയെടുക്കും എന്നറിയാൻ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.